നമസ്കാരം. നമ്മളൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു എക്സാം പോലെ നിങ്ങൾ എഴുതി. എന്നാലും എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എല്ലാ വിദ്യാർത്ഥികളും നല്ലൊരു മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നമുക്കറിയാലോ, ഇങ്ങനൊരു മാധ്യമത്തിൽ കൂടി പരീക്ഷ നടത്തിയിട്ട് വരെ നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മിടുക്കന്മാരായിട്ട് തീരും. അപ്പൊ നമ്മുടെ പോളിഗണിന്റെ നമ്മൾ നിർത്തിയോട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ. ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും? ഇന്നർ ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത്ര തന്നെ എന്തുണ്ടായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത് പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പോളിഗണിന്റെ ഏത് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഉണ്ടോ? വെർട്ടെക്സ്, രണ്ടു വശങ്ങള് ചേരുന്ന ഈ ഭാഗമാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെ വെർട്ടെക്സ്, ഇവിടെ വെർട്ടെക്സ്, ഇവിടെ വെർട്ടെക്സ്, ഇവിടെ. ഏതൊരു വെർട്ടെക്സിലും പിന്നെ പഠിച്ചത് ഇത് ഇന്നർ, ഇത് ഔട്ടർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ. ഇത് എപ്പോഴും എന്തായിരിക്കും പഠിച്ചു? നമ്മള് എന്താ പഠിച്ചത്? ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. അതുകൊണ്ടാണ് ലീനിയർ പെയർ. അപ്പോ ഏതൊരു പോളിഗണിലും എനി പോളിഗൺ അറ്റ് ഈച്ച് വെർട്ടെക്സ് exterior and interior angle form a linear pair. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 130 ഡിഗ്രി വരണം. 130. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ 130. കാരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. സോ എനി പോളിഗൺ for a particular vertex, interior and exterior angle form a linear pair. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് പോളിഗൺസ് വരച്ചിട്ട് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആംഗിൾ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്റ്റീരിയർ ആംഗിളും കൂട്ടി കഴിയുമ്പോൾ, എക്സ്റ്റീരിയർ ആംഗിൾ കംപ്ലീറ്റ് കൂട്ടി കഴിയുമ്പോൾ, ഫോർ എനി പോളിഗൺ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ always be 360 degree. 360 degree. ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. എന്താണ്? n-2 into 180. അതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2 into 180. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ, ഏത് പോളിഗൺ എടുത്താലും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ? അപ്പൊ സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ will always be 360 ഡിഗ്രി. എത്ര നിങ്ങൾ എടുത്തോളൂ, എത്ര വലുത് എടുത്തോളൂ, അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വർക്ക് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോളിഗൺ വരയ്ക്കാം. അതിപ്പോ ട്രയാങ്കിൾ തുടങ്ങിയോ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, അവിടെ വരെ അടിച്ചാൽ മതി. എല്ലാതിന്റെയും കറക്റ്റ് ആയിട്ട് എക്സ്റ്റീരിയർ ആംഗിൾ മെഷർ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്തിട്ട് യു ഹാവ് ടു ആഡ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ. മൂന്നെണ്ണത്തിനും ചെയ്യാം. ട്രയാങ്കിളിന് ചെയ്യാം, ക്വാഡ്രിലാറ്ററിന് ചെയ്യാം, പെന്റഗണിന് ചെയ്യാം. അപ്പോൾ അതിന്റെ എത്രയാണ് സമ്മ് കിട്ടണേന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞ പോയിന്റ് എന്താണ്? ദി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ വിൽ ഓൾവേസ് ബി 360 ഡിഗ്രി. ഓക്കെ. സോ യു ടു റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് NB ഇടണം നമ്മള്. സം ഓഫ് എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഔട്ടർ, ആ പേര് പഠിച്ചോളൂ. ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഏതൊരു പോളിഗണിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ സമ്മ് നമ്മൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലിയർ? നോക്കൂ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓൾ ആംഗിൾസ് ഇൻ ആൻ 20-sided polygon ആർ ഈക്വൽ. ഓൾ ആംഗിൾസിന് വെറും ആംഗിൾസ് പറഞ്ഞാൽ അത് എന്ത് ആംഗിൾ ആയിരിക്കും? എപ്പോഴും ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും കേട്ടോ. വെറും ആംഗിൾസ് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ് സ്പെസിഫൈ ചെയ്ത് പറയും. അല്ലെങ്കിൽ അത് എന്തായിട്ട് എടുക്കണം? നമ്മള് ഇന്നർ ആംഗിൾസ് ആയിട്ട് എടുക്കുക. ഓൾ ആംഗിൾസ് ഇൻ ആൻ 20-sided polygon ആർ ഈക്വൽ. 20 സൈഡുള്ള ഒരു പോളിഗണിന്റെ എല്ലാ ആംഗിളുകളും, ഇന്നർ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇന്നർ ആംഗിൾസ് ഒക്കെ ഈക്വൽ. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? ഓരോ ഔട്ടർ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം.
പക്ഷെ ഇവിടെ ഔട്ടർ ആംഗിൾ എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഔട്ടർ ആംഗിളിന്റെ നോക്കൂ, നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾസിന്റെ ഒക്കെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മള് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എനി പോളിഗൺ എന്തൊക്കെ ഈക്വല്? നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ്. നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ്, അതായത് ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും? ഇന്നർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത്രയും തന്നെ എന്തുണ്ടായിരിക്കും? ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലെ? ഇനി ഔട്ടർ ആംഗിൾസ് ഒക്കെ കൂടി ആഡ് ചെയ്ത് എത്ര വരും വേണം? 360 വരണം. ഇവിടെ എത്ര സൈഡാണ് ഉള്ളത് പോളിഗണിന്? 20. അപ്പൊ എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും? സോ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ എത്രയാണ്? 20. ഈ ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാ? ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാ പറഞ്ഞ നമ്മള്? 360 ഡിഗ്രി. നോക്കൂ, 20 ഉണ്ട്. മൊത്തം സം 360. മാത്രമല്ല എല്ലാ ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു വെർട്ടെക്സിൽ ഒരു ഇന്റീരിയർ ആംഗിളും ഒരു എക്സ്റ്റീരിയർ ആംഗിളും എപ്പോഴും എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും അല്ല? ലീനിയർ പെയർ ആയിരിക്കും. അപ്പൊ എല്ലാതും ഈക്വൽ ആണ്, എല്ലാ ഇന്നർ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ ഔട്ടർ ആംഗിളും എന്തായിരിക്കും? ഈച്ച് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾസോ ഈച്ച് ഔട്ടർ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. സോ 20 എന്തുണ്ട്? ആംഗിൾസ് ഉണ്ട്. അതിനൊക്കെ സം 360. Therefore measure of one outer angle equal to 360 divided by 20. എത്രയാണ് പോരാ? 18 ഡിഗ്രി. ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്ര വരിക? 18 20 സൈഡ് ഉണ്ട്. അപ്പൊ 20 ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി? 18 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മെഷർ ഓഫ് വൺ ഇന്റീരിയർ ആംഗിൾ? ഒരു ഇന്റീരിയർ ആംഗിളിന്റെ മെഷർ എത്രയായിരിക്കും ഇങ്ങനെ കിട്ടുക? പറയൂ. 180 മൈനസ് 18. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, എത്ര സൈഡ്സ് ഉണ്ടോ അത്ര ഇന്നർ ആംഗിൾസ്, അത്ര ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിന്റെ സമ്മുകളൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 കിട്ടണം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എല്ലാ ഇന്നർ ആംഗിൾസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഔട്ടർ ആംഗിൾസ് കൂടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 20 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമ്മു അറിയാം. അപ്പൊ ഒരെണ്ണത്തിന്റെ ഔട്ടർ ആംഗിളിന്റെ മെഷർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡ് ബൈ 20 ഈക്വൽ ടു 18 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഓക്കെ, മനസ്സിലാക്കി എഴുതിയെടുക്കാം. ഓക്കെ, മാഷ് ഇന്ന് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കണക്കുകൾ തരാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മാറുകയാണ്. ടോപ്പിക്കിന്റെ പേരെന്താണ്? റെഗുലർ പോളിഗൺ. എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ നമ്മള് ഈ വാക്ക് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. പക്ഷെ സംഭവം എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങള് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിളിന്റെ ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ ആണ് ഒരു ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്, യു ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. എല്ലാവരും ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് സൈഡ് 5 സെന്റിമീറ്റർ വരച്ചു. Now measure its interior angle. ഇന്റീരിയർ ആംഗിൾ മെഷർ ചെയ്യാം. എത്ര കിട്ടി? 60 ഡിഗ്രി. ശരിയാണോ? ഓക്കെ. അപ്പോ ഹിയർ all sides and angles are equal. Such a triangle is known as what? Equilateral triangles. പഠിച്ചിട്ടുള്ളതാണ്. Such a triangle is known as equilateral triangles എന്ന് പറയുന്നത്. ഈക്വൽ ട്രയാങ്കിൾ എന്താണ്?
A triangle with 3 sides and 3 angles are equal. A triangle with 3 sides and 3 angles are equal. Such triangle is known as equilateral. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വേറെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഒക്കെ ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റ്. ഈ ആംഗിളുകളും തുല്യമായിരിക്കും. The sides opposed to equal angles are equal and angles opposed to equal sides are also equal for a triangle. ഒരു ട്രയാങ്കിളിന്റെ തുല്യ സൈഡുകൾക്ക് എതിരെ കിടക്കുന്ന ആംഗിളുകളും തുല്യ ആംഗിളുകൾക്ക് എതിരെ കിടക്കുന്ന സൈഡുകളും തുല്യമായിരിക്കും. Here 3 sides are equal, therefore 3 angles are equal. Such triangle is known as equilateral triangle. Clear? Equilateral triangle. What's the measure of each angle of equilateral triangle? 60, 60, 60. Total 180. Clear? Okay. അപ്പോൾ നിങ്ങൾ വരയ്ക്കണം. വരച്ചിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് എഴുതി വയ്ക്കുക. Now, can you identify this figure? ഇത് ചിത്രമാണ്. 4 സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. 4 സൈഡ് ഈക്വൽ വെച്ചാൽ 4 സൈഡ് ഉള്ളത് ക്വാഡ്രിലാറ്ററൽ, പക്ഷെ 4 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ക്വാഡ്രിലാറ്ററൽ ഏത് ക്വാഡ്രിലാറ്ററൽ വരിക? സ്ക്വയർ. സ്ക്വയർ എന്ന് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. 4 ആംഗിൾസ് എന്താണ്? 4 ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. 4 ആംഗിൾസും 4 സൈഡ്സും ഇവിടെ ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ. ഇറ്റ് ഈസ് എ സ്ക്വയർ. റെക്ടാംഗിളില് 4 സൈഡ്സും 4 ആംഗിൾസും ഈക്വൽ ആണോ? 4 ആംഗിൾസ് ഈക്വൽ ആണ്. പക്ഷെ 4 ആംഗിൾസ് ഈക്വൽ ആന്ന് പറഞ്ഞിട്ട് ആ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ ഈക്വൽ ആണോ? ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ വേണ്ടില്ല. 4 സൈഡും 4 ആംഗിൾസും ഈക്വൽ ആണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്വയർ. ഇതൊരു പോളിഗൺ ആണ്. നേരത്തെ കണ്ടുപിടിച്ചു ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും 3 ആംഗിൾ ഈക്വല്. ഇവിടെ പഠിച്ചു ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡും 4 ആംഗിളും ഈക്വല്. 4 ആംഗിളും ഈക്വല്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോളിഗൺ ഏതാ? പെന്റഗൺ അല്ലെ? പെന്റഗൺ. ഇപ്പൊ ഒരു പെന്റഗൺ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. പെന്റഗൺ. ഓക്കെ, ഇതൊരു പെന്റഗൺ ആണ്. ഈ പെന്റഗണിന്റെ 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ട്രയാങ്കിളിൽ 3 സൈഡും 3 ആംഗിൾ ഈക്വൽ ഈക്വലാറ്റർ ആംഗിൾ എന്ന് പറഞ്ഞു. ഇവിടെ ക്വാഡ്രിലാറ്ററലിൽ 4 സൈഡ് 4 ആംഗിൾ ഈക്വൽ ആണ്. അതിനെ സ്ക്വയർ എന്ന് വിളിച്ചു. ഇതുപോലെ പെന്റഗണില് 5 sides and 5 angles are equal. അപ്പൊ അതിനെന്ത് വിളിക്കും? ഇത് വിളിക്കുന്ന പേരാണ് റെഗുലർ പെന്റഗൺ. എന്നെ വിളിക്കുന്ന പേരെന്താണ്? റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ. For a pentagon, if all sides and angles are equal, such a pentagon is known as regular. Our regular pentagon ആവണമെങ്കിൽ 5 സൈഡും 5 ആംഗിളും ഈക്വൽ ആവണം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, for hexagon 6 sides and 6 angles are equal. What we call? Regular hexagon. വിളിക്കുന്നത് regular hexagon. അങ്ങനെയാണെങ്കിൽ for a heptagon 7 sides and 7 angles are equal. We call regular heptagon. Regular heptagon. പിന്നെ എന്ത് വിളിക്കാം? റെഗുലർ ഒക്ടഗൺ, റെഗുലർ നൊണഗൺ, റെഗുലർ ഡെക്കാഗൺ. Generally, if all sides and angles of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. അപ്പോ റെഗുലർ പോളിഗൺ ആവണമെങ്കിൽ ആ പോളിഗണിന്റെ എല്ലാ സൈഡുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരണം. എല്ലാ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾസ്. അവിടെ ശ്രദ്ധിക്കണം, എല്ലാ ഇന്റീരിയർ ആംഗിൾസുകൾ, അല്ലാണ്ട് ഔട്ടർ ആംഗിൾസ് എല്ലാം പറയണം. നമ്മള് ഇന്റീരിയർ ആംഗിൾസ്, വേറെ ആംഗിൾ പറയുമ്പോൾ ഇന്റീരിയർ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയി വന്നാൽ
such a polygon is known as what? Regular polygon. Regular polygon. അപ്പൊ നിങ്ങൾ സ്ക്വയർ 4 സെന്റിമീറ്റർ വരയ്ക്കുക, അറിയില്ലേ, 4 വരെ വരയ്ക്കുക, 4 അടയാളപ്പെടുത്തുക. ഇത് സ്ക്വയർ വരച്ചു വെക്കണം. മറ്റെങ്കിൽ റെഗുലർ പോളിഗണിനും 6 എടുത്തിട്ട്, അപ്പൊ റെഗുലർ പോളിഗണിന്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. സ്ക്വയറിന്റെ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? ഈക്വൽ ആണെങ്കിൽ 90 ഡിഗ്രി. അതുപോലെ നിങ്ങൾ റെഗുലർ പെന്റഗണിന്റെ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് വരയ്ക്കാൻ നോക്കുക, ഇത്രയും വരയ്ക്കാൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് അതിന്റെ നോട്ട്സ് ഒന്ന് എഴുതാം. സോ റെഗുലർ പോളിഗൺസിന്റെ പേരൊന്ന് പഠിക്കാം. ഫോർ എ ട്രയാംഗിൾ ഇറ്റ് ഈസ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഫോർ എ ക്വാഡ്രിലാറ്ററൽ ഇറ്റ് ഈസ് നോൺ ആസ് സ്ക്വയർ. ഫോർ എ പെന്റഗൺ ഇറ്റ് ഈസ് റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ ആണ് വരും. So what is a regular polygon? If all sides and angles of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. Clear? Okay, so write down the statement. This is the definition of regular polygon. If all angles and sides of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാംഗിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, ഇതൊക്കെ ജനറൽ ആയിട്ട് നമ്മളതിൽ വരുന്നതാണ്. ഇത് നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഞാൻ പൊതുവായിട്ട് പറയാം. ഒന്ന്, ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈക്വൽ ടു 360 ഡിഗ്രി. ഏത് പോളിഗണിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ഓർ ഔട്ടർ ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി. അപ്പൊ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി, മാസത്തെ കാലത്ത് തന്നെ കണക്കുകൾ ചെയ്യണം. നാളെയും മറ്റന്നാളും ഇന്ന് ചെയ്യേണ്ടത് നമ്മള് ട്രയാംഗിള്, ക്വാഡ്രിലാറ്ററല്, അതുപോലെ പെന്റഗണൊക്കെ വരച്ചിട്ട് എല്ലാതിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ മെഷർ ചെയ്യാം. എന്നിട്ട് 360 കിട്ടണോ നോക്കുക. കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം കേട്ടോ. 360. അപ്പൊ പറ്റാവുന്ന പോളിഗൺസുകൾ വരയ്ക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ 360 വരുന്നോ ചെക്ക് ചെയ്യണം. ക്ലിയർ? അടുത്തത് നമ്മൾ പഠിച്ചത് റെഗുലർ പോളിഗൺ ആണ്. എന്താണ് റെഗുലർ പോളിഗൺ? If all angles and sides of a polygon are equal, such a polygon is known as regular polygon. ഇത്തരത്തിലുള്ള റെഗുലർ പോളിഗണില് നമ്മൾ തന്നെ വരച്ചു നോക്കുക. ഈക്വൽ ട്രയാംഗിള്, അതുപോലെ സ്ക്വയർ, പെന്റഗൺ ഒക്കെ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. ക്ലിയർ? ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക, നോട്ട്സ് ചെയ്ത് അയക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മളൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു എക്സാം പോലെ നിങ്ങൾ എഴുതി. എന്നാലും എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എല്ലാ വിദ്യാർത്ഥികളും നല്ലൊരു മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും, പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നമുക്കറിയാലോ, ഇങ്ങനൊരു മാധ്യമത്തിൽ കൂടി പരീക്ഷ നടത്തിയിട്ട് വരെ നല്ല മാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിടുക്കന്മാരായി തീരും. നമ്മുടെ പോളിഗണിന്റെ നമ്മൾ നിർത്തിയോട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ. ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും? ഇന്നർ ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത്ര തന്നെ എന്തുണ്ടായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത് പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പോളിഗണിന്റെ ഏത് വെർട്ടെക്സ് എന്ന് പറയുന്നത് വെർട്ടെക്സ്, രണ്ട് വശങ്ങള് ചേരുന്ന ഈ ഭാഗമാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഏതൊരു വെർട്ടെക്സിലും പഠിച്ചത് ഇന്നർ, ഔട്ടർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ. ഇതെപ്പോഴും എന്തായിരിക്കും പഠിച്ചു? നമ്മള് എന്താ പഠിച്ചത്? ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. അതുകൊണ്ടാണ് ലീനിയർ പെയർ. അപ്പൊ ഏതൊരു പോളിഗണിലും എനി പോളിഗൺ അറ്റ് ഈച്ച് വെർട്ടെക്സ് exterior and interior angle form a linear pair. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 130 ഡിഗ്രി വരണം. 130 ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ 130. കാരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. സോ any polygon for a particular vertex, interior and exterior angle form a linear pair. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ,
ഇത്തരത്തിലുള്ള ഡിഫറെന്റ് പോളിഗൺസ് വരച്ചിട്ട് യു ആർ ആസ്ക് ടു ഫൈൻഡ് ഔട്ട് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആംഗിൾ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്റ്റീരിയർ ആംഗിളും കൂട്ടി കഴിയുമ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ കംപ്ലീറ്റ് കൂട്ടി കഴിയുമ്പോൾ ഫോർ എനി പോളിഗൺ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓൾവേസ് 360 ഡിഗ്രി. ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. എന്താണ്? n-2 into 180. അതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2 into 180. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ, ഏത് പോളിഗൺ എടുത്താലും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ് എന്ന് പറയുന്നത് ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ? അപ്പൊ സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ വിൽ ഓൾവേസ് ബി 360 ഡിഗ്രി. എത്ര നിങ്ങൾ എടുത്തോളൂ, എത്ര വലുത് എടുത്തോളൂ, അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വർക്ക് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോളിഗൺ വരയ്ക്കാം. അതിപ്പോ ട്രയാങ്കിൾ തുടങ്ങിയ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ അവിടെ വരെ അടിച്ചാൽ മതി. എല്ലാതിന്റെയും കറക്റ്റ് ആയിട്ട് എക്സ്റ്റീരിയർ ആംഗിൾ മെഷർ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്തിട്ട് യു ഹാവ് ടു ആഡ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ. മൂന്നെണ്ണത്തിനും ചെയ്യാം. ട്രയാങ്കിളിൽ ചെയ്യാം, ക്വാഡ്രിലാറ്ററിൽ ചെയ്യാം, പെന്റഗണിൽ ചെയ്യാം. അപ്പോൾ അതിന്റെ എത്രയാണ് സമ്മ് കിട്ടണതെന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞ പോയിന്റ് എന്താണ്? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനി പോളിഗൺ വിൽ ഓൾവേസ് ബി 360 ഡിഗ്രി. ഓക്കെ. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എൻ നമ്മള് സം ഓഫ് എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഔട്ടർ, ആ പേര് പഠിച്ചോളൂ. ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഏതൊരു പോളിഗണിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ സമ്മ് നമ്മൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലിയർ? നോക്കൂ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓൾ ആംഗിൾസ് ഇൻ ആൻ 20-sided polygon ആർ ഈക്വൽ. ഓൾ ആംഗിൾസിന് വെറും ആംഗിൾസ് പറഞ്ഞാൽ അത് എന്ത് ആംഗിൾ ആയിരിക്കും? എപ്പോഴും ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും കേട്ടോ. വെറും ആംഗിൾസ് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ് സ്പെസിഫൈ ചെയ്ത് പറയും. അല്ലെങ്കിൽ അത് എന്തായിട്ട് എടുക്കണം? നമ്മള് ഇന്നർ ആംഗിൾസ് ആയിട്ട് എടുക്കുക. ഓൾ ആംഗിൾസ് ഇൻ ആൻ 20-sided polygon ആർ ഈക്വൽ. 20 സൈഡുള്ള ഒരു പോളിഗണിന്റെ എല്ലാ ആംഗിളുകളും ഇന്നർ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇന്നർ ആംഗിൾസ് ഒക്കെ ഈക്വൽ. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? ഓരോ ഔട്ടർ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഔട്ടർ ആംഗിൾ എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഔട്ടർ ആംഗിളിന്റെ നോക്കൂ, നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലെ? അപ്പൊ നമ്മള് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എനി പോളിഗൺ എന്തൊക്കെ ഈക്വല്? നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ്. നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് അതായത് ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും? ഇന്നർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അത്രയും തന്നെ എന്തുണ്ടായിരിക്കും? ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലെ? ഇനി ഔട്ടർ ആംഗിൾസ് ഒക്കെ കൂടി ആഡ് ചെയ്ത് എത്ര വരും വേണം? 360 വരണം. ഇവിടെ എത്ര സൈഡാണ് ഉള്ളത് പോളിഗണിന്? 20. അപ്പൊ എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും? സോ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ എത്രയാണ്? 20. ഈ ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാ? ഔട്ടർ ആംഗിൾസിന്റെ സം എത്രയാ പറഞ്ഞ നമ്മള് 360 ഡിഗ്രി. നോക്കൂ, 20 ഉണ്ട്. മൊത്തം സമയം 360. മാത്രമല്ല എല്ലാ ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു വെർട്ടെക്സിൽ ഒരു ഇന്റീരിയർ ആംഗിളും ഒരു എക്സ്റ്റീരിയർ ആംഗിളും എപ്പോഴും എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും അല്ലെ? ലീനിയർ പെയർ ആയിരിക്കും. അപ്പൊ എല്ലാതും ഈക്വൽ ആണ്. എല്ലാ ഇന്നർ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ ഔട്ടർ ആംഗിളും എന്തായിരിക്കും? ഈച്ച് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾസോ ഈച്ച് ഔട്ടർ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. സോ 20 എന്തുണ്ട്? ആംഗിൾസ് ഉണ്ട്. അതിനൊക്കെ സം 360. Therefore measure of one outer angle equal to
360 divided by 20 എത്രയാണ് പോരാ? 18 ഡിഗ്രി. ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്ര വരിക? 18 20 സൈഡ് ഉണ്ട്. അപ്പൊ 20 ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി? 18 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മെഷർ വൺ ഇന്റീരിയർ ആംഗിൾ? ഒരു ഇന്റീരിയർ ആംഗിളിന്റെ മെഷർ എത്രയായിരിക്കും? എങ്ങനെ കിട്ടുക? പറയൂ. 180 മൈനസ് 18. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എത്ര സൈഡ്സ് ഉണ്ടോ അത്ര ഇന്റർ ആംഗിൾസ്, അത്രയും ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിന്റെ സമ്മങ്ങളെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 കിട്ടണം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എല്ലാ ഇന്റർ ആംഗിൾസും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഔട്ടർ ആംഗിൾസ് കൂടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 20 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമ്മം അറിയാം. അപ്പൊ ഒരെണ്ണത്തിന്റെ ഔട്ടർ ആംഗിളിന്റെ മെഷർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 360 divided by 20 equal to 18 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഓക്കെ, മനസ്സിലാക്കി എഴുതിയെടുക്കാം. ഓക്കെ, മാഷ് ഇന്ന് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കണക്കുകൾ തരാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മാറുകയാണ്. ടോപ്പിക്കിന്റെ പേരെന്താണ്? റെഗുലർ പോളിഗൺ. എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ നമ്മള് ഈ വാക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. പക്ഷെ സംഭവം എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങള് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിളിന്റെ ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ ആണ് ഒരു ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്, യു ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. എല്ലാവരും ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് സൈഡ് 5 സെന്റിമീറ്റർ വരച്ചു. Now measure its interior angle. ഇന്റീരിയർ ആംഗിൾ മെഷർ ചെയ്യാം. എത്ര കിട്ടി? 60 ഡിഗ്രി. ശരിയാണോ? ഓക്കെ. അപ്പോ here all sides and angles are equal. Such a triangle is known as what? Equilateral triangles. പഠിച്ചിട്ടുള്ളതാണ്. Such a triangle is known as equilateral triangles. Equilateral triangle എന്താണ്? A triangle with 3 sides and 3 angles are equal. A triangle with 3 sides and 3 angles are equal. Such triangle is known as equilateral. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വേറെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഒക്കെ ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെ 5 ഇതിന്റെ ഓപ്പോസിറ്റ്. ഈ ആംഗിളുകൾ തുല്യമായിരിക്കും. The sides opposed to equal angles are equal and angles opposed to equal sides are also equal for a triangle. ഒരു ട്രയാങ്കിളിന്റെ തുല്യ സൈഡുകൾക്ക് എതിരെ കിടക്കുന്ന ആംഗിളുകളും തുല്യ ആംഗിളുകൾക്ക് എതിരെ കിടക്കുന്ന സൈഡുകളും തുല്യമായിരിക്കും. Here 3 sides are equal, therefore 3 angles are equal. Such triangle is known as equilateral triangle. Clear? Equilateral triangle. What's the measure of each angle of an equilateral triangle? 60. Total 180. Clear? Okay. അപ്പോൾ നിങ്ങൾ വരയ്ക്കണം. വരച്ചിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് എഴുതി. Now, can you identify this figure? ഇത് ചിത്രമാണ്. 4 സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. 4 സൈഡ് ഈക്വൽ വെച്ചാൽ 4 സൈഡ് ഉള്ളത് ക്വാഡ്രിലാറ്ററൽ. പക്ഷെ 4 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ക്വാഡ്രിലാറ്ററൽ ഏത് ക്വാഡ്രിലാറ്ററൽ വരിക? സ്ക്വയർ എന്ന് പറയാൻ വേറെ സാധനം കൂടി ഉണ്ട്. 4 ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. 4 ആംഗിൾസും 4 സൈഡ്സും ഇവിടെ ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ. റെക്ടാംഗിളിലെ 4 സൈഡ്സും 4 ആംഗിൾസും ഈക്വൽ ആണോ? 4 ആംഗിൾസ് ഈക്വൽ ആണ്. പക്ഷെ 4 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ആ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഈക്വൽ ആണോ? ഓപ്പോസിറ്റ് സൈഡൊക്കെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. 4 സൈഡും
4 ആംഗിൾസും ഈക്വൽ ആണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ. നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ക്വയർ. ഇതൊരു പോളിഗൺ ആണ്. നേരത്തെ കണ്ടുപിടിച്ചു ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും 3 ആംഗിൾ ഈക്വൽ. ഇവിടെ പഠിച്ചു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡും 4 ആംഗിളും ഈക്വൽ. 4 ആംഗിളും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത പോളിഗൺ ഏതാ? പെന്റഗൺ അല്ലെ? പെന്റഗൺ. ഒരു പെന്റഗൺ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പെന്റഗൺ. ഓക്കെ, ഇതൊരു പെന്റഗൺ ആണ്. ഈ പെന്റഗണിന്റെ 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ട്രയാങ്കിളിൽ 3 സൈഡും 3 ആംഗിൾ ഈക്വൽ ആണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഇവിടെ ക്വാഡ്രിലാറ്ററലിൽ 4 സൈഡ് 4 ആംഗിൾ ഈക്വൽ ആണ്, അതിനെ സ്ക്വയർ എന്ന് വിളിച്ചു. ഇതുപോലെ പെന്റഗണിലെ 5 സൈഡ്സ് ആൻഡ് 5 ആംഗിൾസ് ആർ ഈക്വൽ. ഇത് വിളിക്കുന്ന പേരാണ് റെഗുലർ പെന്റഗൺ. എന്നെ വിളിക്കുന്ന പേരെന്താണ്? റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ, റെഗുലർ പെന്റഗൺ, റെഗുലർ പെന്റഗൺ. For a pentagon, if all sides and angles are equal, such a pentagon is known as regular. Our regular pentagon ആവണമെങ്കിൽ 5 സൈഡും 5 ആംഗിളും ഈക്വൽ ആവണം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, for a hexagon, 6 sides and 6 angles are equal. What we call? Regular hexagon. വിളിക്കുന്നത് regular hexagon. അങ്ങനെയാണെങ്കിൽ for a heptagon, 7 sides and 7 angles are equal. We call regular heptagon. Regular heptagon. പിന്നെ എന്ത് വിളിക്കാം? റെഗുലർ ഒക്ടഗൺ, റെഗുലർ നൊണഗൺ, റെഗുലർ ഡെക്കാഗൺ. Generally, if all sides and angles of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. അപ്പോ റെഗുലർ പോളിഗൺ ആവണമെങ്കിൽ ആ പോളിഗണിന്റെ എല്ലാ സൈഡുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരണം. എല്ലാ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾസ്. അവിടെ ശ്രദ്ധിക്കണം, എല്ലാ ഇന്റീരിയർ ആംഗിൾസുകളും, അല്ലാണ്ട് ഔട്ടർ ആംഗിൾസ് അല്ല പറയണത്. ഇന്റീരിയർ ആംഗിൾസ്, ഒരു ആംഗിൾ പറയുമ്പോൾ ഇന്റീരിയർ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയി വന്നാൽ such a polygon is known as what? Regular polygon. Regular polygon. അപ്പൊ നിങ്ങൾ സ്ക്വയർ 4 സെന്റിമീറ്റർ വരയ്ക്കുക, അറിയില്ലേ? 4 വരെ വരയ്ക്കുക, 4 അടയാളപ്പെടുത്തുക. ഇത് സ്ക്വയർ വരച്ചു വെക്കണം. ഒറ്റ റെഗുലർ പോളിഗണിനും 6 എടുത്തിട്ട്, അപ്പൊ റെഗുലർ പോളിഗണിന്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. സ്ക്വയറിന്റെ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? ഈക്വൽ ആണെങ്കിൽ 90 ഡിഗ്രി. അതുപോലെ നിങ്ങൾ റെഗുലർ പെന്റഗണിന്റെ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് വരയ്ക്കാൻ നോക്കുക. ഇത്രയും വരയ്ക്കാൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് അതിന്റെ നോട്ട്സ് ഒന്ന് എഴുതാം. സോ റെഗുലർ പോളിഗൺസിന്റെ പേരൊന്ന് പഠിക്കാം. ഫോർ എ ട്രയാങ്കിൾ ഇറ്റ് ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഫോർ എ ക്വാഡ്രിലാറ്ററൽ ഇറ്റ് ഈസ് നോൺ ആസ് സ്ക്വയർ. ഫോർ എ പെന്റഗൺ ഇറ്റ് ഈസ് റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ ആണ് വരും. സോ വാട്ട് ഈസ് എ റെഗുലർ പോളിഗൺ? If all sides and angles of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. Clear? Okay, so write down the statement. This is the definition of regular polygon. If all angles and sides of a polygon are equal, such a polygon is known as regular polygon. Such a polygon is known as regular polygon. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, ഇതൊക്കെ ജനറൽ ആയിട്ട് നമ്മൾ അതിൽ വരുന്നതാണ്. ഇത് നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഞാൻ പൊതുവായിട്ട് പറയാം. ഒന്ന്, the sum of exterior angle of a polygon equal to 360 degree. ഏത് പോളിഗണിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ഓർ ഔട്ടർ ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി. അപ്പൊ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി, കാലത്ത് തന്നെ കണക്കുകൾ ചെയ്യണം. നാളെയും മറ്റന്നാളും ഇന്ന് ചെയ്യേണ്ടത്
നമ്മള് ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററല്, അതുപോലെ പെന്റഗൺ ഒക്കെ വരച്ചിട്ട് എല്ലാതിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ മെഷർ ചെയ്യാം. എന്നിട്ട് 360 കിട്ടുന്നുണ്ടോ നോക്കുക. കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം കേട്ടോ. 360 അപ്പൊ പറ്റാവുന്ന പോളിഗൺസുകൾ വരയ്ക്കുക. എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ 360 വരുന്നൊന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ? അടുത്തത് നമ്മൾ പഠിച്ചത് റെഗുലർ പോളിഗൺ ആണ്. എന്താണ് റെഗുലർ പോളിഗൺ? If all angles and sides of a polygon are equal, such a polygon is known as regular polygon. ഇത്തരത്തിലുള്ള റെഗുലർ പോളിഗണിൽ നമ്മൾ തന്നെ വരച്ചു നോക്കുക. ഈക്വൽ ട്രയാങ്കിള്, അതുപോലെ സ്ക്വയർ, പെന്റഗൺ ഒക്കെ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. ക്ലിയർ? ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക, നോട്ട്സ് ചെയ്ത് അയക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.